വിനു, അമ്മയാണ് ലൈനിൽ. നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. ഞായറാഴ്ച രാത്രി അജയുടെ വീട്ടിലെ പതിവ് ഒത്തുചേരലിൽ എല്ലാവരും കൂടിയിരുന്ന് ഒരാഴ്ചത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അജയൻ പെട്ടെന്ന് വിനുവിനോടായി പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ ഫോൺ അവന് നേരെ നീട്ടിയപ്പോൾ എല്ലാവരും സംസാരം നിർത്തി ശ്രദ്ധ അവനിലേക്ക് തിരിച്ചു. കിച്ചണിനരികിലായി എല്ലാവരുടെയും സംസാരം കേട്ടൊരു ചിരിയോടെ നിന്നിരുന്ന ആര്യ പെട്ടെന്ന് തന്നെ വിനുവിനരികിലായി വന്നു നിന്നു. അമ്മയോട് സംസാരിച്ച് ഫോൺ വെക്കുമ്പോൾ വിനുവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ടെൻഷൻ ആര്യയിലൊരു പരിഭ്രമമുണ്ടാക്കി. എന്താടാ നിനക്കൊരു ടെൻഷൻ? അമ്മ എന്തു പറയുന്നു? അജയൻ ചോദിച്ചുകൊണ്ട് അവൻ അരികിലിരുന്നു. ടെൻഷനൊന്നുമില്ല അജയ്. അമ്മയ്ക്ക് എന്തോ ഒരു വയ്യായിക പോലെയുണ്ട് സംസാരത്തിൽ. ചിലപ്പോൾ നാട്ടിലെ ചൂടിൻ്റെ ആവും. ഒന്ന് നാട്ടിലേക്ക് ചെല്ലാമോ എന്ന് ചോദിക്കുമായിരുന്നു അമ്മ. നീ എന്നാലൊന്ന് നാട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് വാടാ. കുറച്ചായില്ലേ നാട്ടിൽ പോയിട്ടും അമ്മയെ കണ്ടിട്ടും. അജയുടെ അടുത്തിരുന്ന ദീപക് വിനുവിനോടായി പറഞ്ഞു. പോണെന്നും നിൽക്കണമെന്നും ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ദീപു. പെട്ടെന്ന് ഇവിടെ നിന്നും പോകാനുള്ള സാഹചര്യം കൂടി വേണ്ടേ? ഒന്ന് മാറി നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും എത്ര രൂപയാണ് നഷ്ടം വരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. നിനക്ക് ഈ കഷ്ടപ്പാടിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലല്ലോ വിനു. ഇട്ട് മൂടാൻ മാത്രം സമ്പത്തുണ്ട് നിനക്ക് നാട്ടിൽ. നീ ഒറ്റ മകനാണ്. നിന്റെ മാതാപിതാക്കൾക്ക് എന്നിട്ടും ഈ ബാംഗ്ലൂരിൽ വന്ന് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാടാ? നിനക്ക് നാട്ടിൽ തന്നെ നിന്നൂടെ? നിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം സന്തോഷമാവുകയും ചെയ്യും. അവർക്കും ഉണ്ടാവില്ലേ അവരുടെ ഏക മകനായ നിന്റെ ഒപ്പം താമസിക്കാനും നിങ്ങളുടെ കുഞ്ഞിനെ കാണാനും കൊഞ്ചിക്കാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ. നീ എത്രയും വേഗം ആരെയും കൂട്ടി നാട്ടിലേക്ക് പോവാൻ നോക്ക്. ഈ അലച്ചിലെല്ലാം നിർത്തി നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ നോക്ക്. അതോടൊപ്പം ഒരു കുഞ്ഞിനെപ്പറ്റി കൂടി ചിന്തിക്ക്. 2-3 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? മതി അടിച്ചു പൊളിച്ചത്. ഇനി കുടുംബത്ത് കയറി സ്വസ്ഥമായി ജീവിക്കാൻ നോക്കടാ. ഉപദേശ രൂപേണ അജയനും ദീപവുമെല്ലാം ഓരോന്ന് പറഞ്ഞു വിനുവിനെ നാട്ടിൽ അമ്മയുടെ അടുത്തെത്തിക്കാനായി ഓരോന്ന് പറയുമ്പോഴും വിനു നിശബ്ദനായി അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഒപ്പം തന്നെ മറ്റാരും കാണാതെ അവൻ്റെ കൈവിരലുകൾ വിറയ്ക്കുന്ന ആര്യയുടെ കൈയുമായി മുറുക്കി കോർത്തു വെച്ചിരുന്നു. വിനുവേട്ടൻ നാട്ടിൽ പോയി അവരെ എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ഞാനിവിടെ നിന്നോളാം. ഏട്ടൻ വരുന്നത് വരെ. എനിക്ക് പേടിയൊന്നുമില്ല തനിച്ച് നിൽക്കാൻ. അജയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് തങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ വിനുവിൻ്റെ നെഞ്ചോരം ചാരിയിരിക്കുമ്പോൾ അവനോടായി ആര്യ പറഞ്ഞു. അങ്ങനെ നിന്നെ തനിച്ചു നിർത്താനും ഒറ്റപ്പെടുത്തി പോവാനും വേണ്ടിയല്ലല്ലോ പെണ്ണെ ഞാൻ നിന്നെ എൻ്റേതാക്കിയത്. എന്നും എപ്പോഴും എനിക്ക് കാണാനും എൻ്റെ നെഞ്ചിൽ ഇതുപോലെ എന്നും ചേർത്ത് നിർത്താനും വേണ്ടിയല്ലേ. ആർക്കു വേണ്ടിയും ഒരു നിമിഷത്തേക്ക് പോലും നിന്നെ ഞാൻ മാറ്റി നിർത്തില്ലടി. അതിനുവേണ്ടി മറ്റുള്ളവർ എത്ര തന്നെ നാടകങ്ങൾ നടത്തിയാലും അത് പറഞ്ഞു നിർത്തുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും വിനുവിൻ്റെ ശബ്ദമൊന്ന് ഇടറിപ്പോയി. ആര് നാടകം കളിക്കുന്ന കാര്യമാണ് വിനുവേട്ടൻ പറയുന്നത്? വിനുവേട്ടൻ്റെ അമ്മയോ? വെറുതെ പോലും അങ്ങനെയൊന്ന് ചിന്തിക്കല്ലേ വിനുവേട്ടാ. അമ്മ പാവമാണ് ശരിക്കും. വല്ലായിക ഉണ്ടായിട്ടാകും ഏട്ടനെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടാവുക. ഏട്ടനൊന്ന് പോയി കണ്ടിട്ട് വരൂ പ്ലീസ് ഏട്ടാ. നമ്മുടെ അമ്മയല്ലേ. ആര്യ കെഞ്ചും പോലെ അവനോട് ആവശ്യപ്പെട്ടു. ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരമില്ല ആര്യ. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ എൻ്റെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചുവെന്ന ഒറ്റ കാരണത്താൽ ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടവരാണ് എൻ്റെ മാതാപിതാക്കൾ. തിരിച്ച് എന്നെ ഇനി അവരുടെ മകനായി അവർ സ്വീകരിക്കണമെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ തിരികെ അവരുടെ മാത്രം മകനായി ചെല്ലണമെന്നാണ് അന്നവർ പറഞ്ഞത്. ഇപ്പോഴും അവർ തിരികെ വിളിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എന്നെ മാത്രമാണ്. നിന്നെ അംഗീകരിക്കാത്ത, നിന്നെ സ്വീകരിക്കാത്ത ഒരിടത്തേക്ക് ഞാൻ എന്തിനു മടങ്ങിപ്പോകണം? മടക്കമുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നിച്ച് മാത്രം. ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ, അമ്മ അജയുടെ ഫോണിൽ വിളിച്ചാണ് എന്നോട് സംസാരിച്ചത്. എന്തിനു വേണ്ടി? അവരും കൂടി നിർബന്ധിച്ചെന്നെ നാട്ടിലേക്ക് പറഞ്ഞുവിടാൻ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ വയ്യായികയും അസുഖവുമെല്ലാം. സ്വന്തം മാതാപിതാക്കളാണ് അവരെന്നും ഞാൻ ഒരിക്കലും അവരെ മറ്റൊരാളുടെ മുന്നിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ലെന്നും മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പലയിടത്തും നിശബ്ദനായി നിന്ന് കുറ്റങ്ങളെല്ലാം ഏൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ മാതാപിതാക്കളെ നോക്കാത്തവനും അച്ചിക്കോന്തനും എല്ലാം ആണ്. അവൻ പറഞ്ഞത് കേട്ടതും ആര്യ അവൻ്റെ നെഞ്ചോരം ചാരി അവനെ ശക്തമായി പുണർന്നു. വിനുവേട്ടാ, അവരുടെയും എൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ ഏട്ടനെ നിർബന്ധിക്കുന്നത് ചെന്നമ്മയെ കണ്ടിട്ട് വരാൻ. എനിക്ക് മനസ്സിലാവും നിങ്ങൾ രണ്ടു കൂട്ടരെയും. ഞാൻ കാരണം നിങ്ങൾ തെറ്റുന്നതും അകലുന്നതും എനിക്ക് സഹിക്കാൻ കഴിയില്ല വിനുവേട്ടാ.
ഒന്ന് ചെന്ന് കണ്ടിട്ട് വരൂ അമ്മേ. നിർത്തിക്കോ ആര്യ ഈ സംസാരം. നമ്മളെ ഒന്നിച്ച് വിളിക്കുമ്പോഴല്ലാതെ ഇനി നാട്ടിലേക്കൊരു മടങ്ങിപ്പോക്ക് എനിക്കില്ല. നീ അവരെ മനസ്സിലാക്കിയതുപോലെ അവരും നിന്നെ മനസ്സിലാക്കുന്ന നാൾ വരും. അന്ന് പോകാൻ തിരികെ നമുക്ക്. ഇപ്പോൾ തന്നെ മറ്റുള്ളവരെക്കാൾ അധികം നീയാണെന്നെ നാട്ടിൽ പോകാൻ നിർബന്ധിക്കുന്നത്. ഇനിയത് വേണ്ട. നിന്നെയും എന്നെയും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുന്ന കാലത്തവർ നമ്മളെ വിളിക്കട്ടെ, അന്ന് നമുക്ക് പോകാം. അതുവരെ ഇനി ഇതിനെപ്പറ്റിയൊരു സംസാരമില്ല. ഉറപ്പോടി വിനു പറഞ്ഞു നിർത്തിയതും ആര്യ ഒന്നും മിണ്ടാതെ അവനിൽ നിന്ന് അകന്നു മാറി അകത്തേക്ക് നടന്നു. ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും മനസ്സ് സന്തോഷത്താൽ തുടിക്കുകയായിരുന്നു. കാരണം പലവിധ നാടകങ്ങൾ കളിച്ച് വിനുവിനെ തിരികെ പിടിക്കാൻ അവൻ്റെ വീട്ടുകാർ ശ്രമിക്കുന്നത് വിനുവിന് മുൻപേ ആര്യ അറിയുന്നുണ്ടായിരുന്നു. വിനുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ വീട്ടുകാരെക്കാൾ അധികം സ്ഥാനം തനിക്കാണെന്ന് അവൾക്കറിയാം. അതുതന്നെ അവൻ്റെ വീട്ടുകാർ അവരുടെ കൂടെ ചേർക്കാതെ അകറ്റി നിർത്തുന്നത് കൊണ്ടാണെന്ന് അവൾക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ അവനെ തൻ്റേതാക്കി നിർത്താൻ അവൾക്ക് അവന് മുൻപിൽ അവൻ്റെ വീട്ടുകാരെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയായി അഭിനയിക്കുക മാത്രമേ വഴിയുള്ളൂ. വിനുവിൻ്റെ വീട്ടുകാരെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു നല്ല മരുമകളായി അവനും മറ്റുള്ളവർക്ക് മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ മനസ്സുകൊണ്ട് അവൾ എന്നും അവരിൽ നേരെ അകലെയായിരുന്നു. വിനുവിൻ്റെ വീട്ടുകാർക്ക് ആര്യയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുപോലെ തന്നെ അവൾക്കും ഒരിക്കലും അവരെ തൻ്റേതായി കാണാനോ സ്നേഹിക്കാനോ സാധിക്കില്ലായിരുന്നു. അവളുടെ ലോകത്ത് അവളും വിനുവും പിന്നെ അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവൾ അവനു മുൻപിൽ അഭിനയിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്ന ഉത്തമ ഭാര്യയായി. അതിൽ അവളെന്നും വിജയിക്കുമ്പോൾ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ ഒരു വിഡ്ഢിയായി വിനുവെന്ന ചെറുപ്പക്കാരൻ എരിഞ്ഞു തീരുന്നത് അവളോ അവൻ്റെ അമ്മയോ തിരിച്ചറിയുന്നില്ല. വിട്ടുകൊടുക്കാൻ പറ്റാത്ത വിധം ഇറുക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സ്നേഹത്തിനെന്നും ഒരു നീർക്കുമിളയുടെ ആയുസേ ഉള്ളുവെന്ന് അവരൊരു നാൾ തിരിച്ചറിയും. അന്ന് അവർക്ക് കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കാൻ സാധിക്കാത്ത വിധം അവരിൽ നിന്നവൻ അകന്നിട്ടുണ്ടാകും. അതുവരെ ഈ നാടകങ്ങൾ തുടരട്ടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.